ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ബീഫ് ഉലർത്തുന്ന വീഡിയോ ആണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാൻ 1 കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അത് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കുക്കറിനകത്തോട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ഞാൻ അരിഞ്ഞ് അത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മീറ്റ് മസാലയാണ്, നമ്മൾ ബീഫ് വെക്കുമ്പോൾ മീറ്റ് മസാലയാണ് കേട്ടോ എടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അത് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും മസാല പിടിക്കാൻ വേണ്ടി വെച്ചിട്ട് കുക്കറിനകത്ത് വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് അത് വേവാനുള്ള വിസിലടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും കുക്കറിൻ്റെ ഇതനുസരിച്ചാണ് നമ്മൾ വിസിലടിപ്പിക്കുന്നത്. അതിന് ശേഷം അത് വെന്തതിന് ശേഷം നമ്മൾ ഒരു ഉരുളിയിൽ എണ്ണ ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ തേങ്ങാക്കൊത്താണ് കേട്ടോ. തേങ്ങാക്കൊത്ത് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ അത് നന്നായിട്ട് തവി വെച്ച് വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കുന്നതിൽ നിന്നും നമ്മൾ മാറി വെച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് എങ്ങോട്ടും പോകരുത് കേട്ടോ. അത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് ബ്രൗൺ കളർ ആകുന്നതിന് ശേഷം സവോള, പച്ചമുളക് എന്നിവ അരിഞ്ഞത് നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചതും കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ തേങ്ങാക്കൊത്ത് ഒരുമാതിരി ബ്രൗൺ ആയപ്പോൾ തന്നെ നമ്മുടെ സവോളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് തന്നെ അത് നന്നായിട്ട് വഴണ്ട് വന്നോളൂ കേട്ടോ. അങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഒരുവിധം പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും ചേർത്തതിന് ശേഷം ഇളക്കുക. പിന്നെ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടിയും പിന്നെ മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിനകത്തോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ വിസിൽ കംപ്ലീറ്റ് പോയതിന് ശേഷം വേണം കേട്ടോ കുക്കർ ഓപ്പൺ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് അപകടം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് വിസിൽ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും വെള്ളം ഒഴിക്കുന്നില്ല, കാരണം നമ്മൾ ബീഫ് നന്നായിട്ട് ഉലർത്തിയെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് ഗരം മസാല ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അടുത്തു നിന്ന് മാറാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോഴൊക്കെ ഫ്ലെയിം നമ്മൾ ലോയിലിടണം കേട്ടോ. ഫ്ലെയിം ലോയിലിട്ടിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരുവിധം നമ്മുടെ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇച്ചിരി എരിവ് കുറവാണെന്ന് തോന്നിയത് കൊണ്ടാണ് വീണ്ടും അങ്ങനെ ചേർക്കുന്നത്. പിന്നെ ഞാനൊരു നമ്മുടെ നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില നല്ലൊരു ഫ്ലേവറിന് വേണ്ടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വഴറ്റിക്കൊണ്ട് ഇരിക്കുവാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോഴൊക്കെ ഓർക്കണം, ലോ ഫ്ലെയിമിലാണ് നമ്മുടെ ഗ്യാസ് ഇരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി കൂടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.